വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യയാണ്. മെഡീവൽ ഇന്ത്യയുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ആറാമത്തെ ക്ലാസ് ആണ്. ഇതോടുകൂടി മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ പഠിച്ചു തീരും. അപ്പൊ വിജയനഗര സാമ്രാജ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. AD 1336 മുതൽ 1565 വരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ വിജയനഗര സാധാരണ രീതിയിൽ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു വ്യക്തിയാണ്. എന്നാൽ വിജയനഗര സാമ്രാജ്യം സാമ്രാജ്യം എന്ന് പറയാൻ പറ്റില്ല, ആദ്യം തന്നെ സാമ്രാജ്യമായിട്ടല്ല, ഒരു വംശമായിട്ടാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ വിജയനഗരം എന്ന് പറയുന്ന വംശം സ്ഥാപിക്കുന്നത് രണ്ട് വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ കൂടി ചേർന്നിട്ടാണ്. സഹോദരന്മാരുടെ പേര് ഹരിഹരനും ബുക്കനുമാണ്. ആരാണ്? ഹരിഹരനും ബുക്കൻ. അപ്പൊ ഹരിഹരൻ, ബുക്കൻ എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരാണ് വിജയനഗരം എന്ന് പറയുന്ന സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അവര് സ്ഥാപിച്ച ഈ സാമ്രാജ്യം ഏകദേശം 310 കൊല്ലത്തോളം ഇന്ത്യയിലെ ഭരണം നടത്തുകയാണ്. എത്ര കൊല്ലം? 310 കൊല്ലത്തോളം. വിജയനഗരം എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തിൽ 4 വംശങ്ങളാണ് ഭരണം നടത്തുന്നത്. ഏതൊക്കെയാണ് 4 വംശങ്ങൾ? സംഗമ, സാലുവ, തുളുവ, ആരവിഡു എന്ന് പറയുന്ന 4 വംശങ്ങളാണ്. അതായത് ഏകദേശം ഇപ്പൊ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, അടിമ വംശം, ഖിൽജി വംശം, സയ്യിദ് വംശം, തുഗ്ലക് വംശം, ലോധി വംശം, അല്ലെ? അതുപോലെ തന്നെ സംഗമ, സാലുവ, തുളുവ, ആരവിഡു തുടങ്ങിയ 4 വംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തില് ഭരണം നടത്തുന്നത്. അതിൽ സ്ഥാപിച്ച സ്ഥാപകർ ഹരിഹരനും ബുക്കനുമാണ്. അവര് സംഗമ വംശത്തിലുള്ളവരാണ്. അപ്പൊ സംഗമ വംശത്തിലെ ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇവരെ സഹായിച്ചത് ഒരു സന്യാസിയാണ്. സന്യാസിയുടെ പേര് മാധവ വിദ്യാരണ്യൻ എന്നാണ്. അപ്പൊ മാധവ വിദ്യാരണ്യൻ എന്ന് പറയുന്ന സന്യാസിയുടെ സഹായത്തോടു കൂടി ഹരിഹരൻ ബുക്കൻ എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ ചേർന്ന് വിജയനഗരം എന്ന് പറയുന്ന ഒരു വംശം സ്ഥാപിക്കുന്നു. അവരെ തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തത് കർണാടകയിലെ ഹംപി എന്ന് പറയുന്ന സ്ഥലമാണ്. കർണാടകയിലെ ഹംപിയാണ് വിജയനഗരത്തിന്റെ തലസ്ഥാനം. വിജയനഗരത്തിന്റെ തലസ്ഥാനമായ കർണാടകയിലെ ഹംപി തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഏത് നദീതീരത്താണ് ഹംപി എന്ന പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഏത് നദീതീരത്താണ്? തുംഗഭദ്ര നദീതീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്ക് ഭാഷയാണ്. ഇവരുടെ ഭരണഭാഷ തെലുങ്ക് ഭാഷയാണ്. ഭരണരീതി എങ്ങനെയാണ് ഇവർ ഭരിച്ചിരുന്നത്? രണ്ട് ഭരണരീതി ഉണ്ടായിരുന്നു. ഒന്ന് കേന്ദ്രീകൃത ഭരണ സംവിധാനവും കൂടാതെ ഗ്രാമഭരണ സംവിധാനവും ഇവർ ഫോളോ ചെയ്തിരുന്നു. കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെ നായങ്കര സംവിധാനം എന്നും ഗ്രാമീണ ഭരണ സംവിധാനത്തെ അയ്യങ്കാർ സംവിധാനം എന്നും വിളിക്കുന്നു. കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെ നായങ്കര ഭരണ സംവിധാനം എന്നും ഗ്രാമീണ ഭരണ സംവിധാനത്തെ അയ്യങ്കാർ സംവിധാനം എന്നും വിളിക്കുന്നു. ഇതൊക്കെ കുട്ടികളുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇനി വിജയനഗരം സ്ഥാപിക്കുന്നത് ഹരിഹരൻ ബുക്കൻ എന്ന് പറയുന്ന ആൾക്കാരാണ്. അവര് സംഗമ വംശമാണ്. അതിനുശേഷം സാലുവ വംശം വരുന്നു. വളരെയധികം പറയാനൊന്നുമില്ല സാലുവ വംശത്തെ കുറിച്ച്. അതിനുശേഷം ആരവിഡു വംശമുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ടത് ഏതാണ്? തുളുവ വംശമാണ്. പക്ഷെ അതിൽ ആരവിഡു വംശം പഠിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. ആരവിഡു വംശത്തിലെ തിരുമലൈ നായിക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആരവിഡു വംശത്തിലെ തിരുമലൈ നായിക് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് മധുര മീനാക്ഷി ക്ഷേത്രം പണിതത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ മധുര മീനാക്ഷി ക്ഷേത്രം പണിതത് ആരവിഡു വംശത്തിലെ തിരുമലൈ നായിക് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അപ്പൊ സംഗമ, സാലുവ, ആരവിഡു വംശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി തുളുവ വംശമാണ് വരുന്നത്. തുളുവ വംശം സ്ഥാപിക്കുന്നത് വീരസിംഹൻ എന്ന് പറയുന്ന ഭരണാധികാരി ഒക്കെ ആണെങ്കിൽ കൂടി തുളുവ വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവ് 1509 മുതൽ 1530 വരെ തുളുവ വംശം എന്താ പറയുന്നത് ഭരിച്ച രാജാവ്, അല്ലെങ്കിൽ ബാബറിന്റെ സമകാലീനനായ തുളുവ വംശജനൊക്കെ ചോദിക്കുക കഴിഞ്ഞാൽ കൃഷ്ണദേവരായരാണ് നമ്മൾ പറയാം. അപ്പൊ കൃഷ്ണദേവരായര് എന്താണ് തുളുവ വംശത്തിലെ ഭരണാധികാരി ആവുമ്പോഴാണ് ഇത്രയും അധികം കുറേയധികം ഏരിയ ഒക്കെ ആയി അതൊരു സാമ്രാജ്യമായിട്ട് മാറുന്നത്. തലസ്ഥാനം കർണാടകയിലെ ഹംപി അല്ലെങ്കിൽ ഹംപി തന്നെയാണ്. അതുപോലെ തന്നെ ഭരണഭാഷ തെലുങ്കാണ് അവരുടെ. കൃഷ്ണദേവരായരുടെ കാലത്ത് ഒരു നികുതി സംവിധാനം അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. നികുതി സംവിധാനത്തെ ശിസ്ത് എന്നാണ് വിളിക്കുക. എന്താണ്? ശിസ്താണ് അദ്ദേഹത്തിന്റെ നികുതി. അദ്ദേഹം ധാരാളം സ്വർണ്ണ നാണയങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വർണ്ണ നാണയത്തെ വരാഹം, ഫനം, കോക്കി
കോപ്പേക്കി എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ഇറക്കിയ സ്വർണ്ണ നാണയങ്ങളുടെ പേരെന്ത്? കൃഷ്ണദേവരായരുടെ കാലത്ത് അദ്ദേഹം ഇറക്കുമതി ചെയ്ത സ്വർണ്ണ നാണയങ്ങൾ: ഒന്ന് വരാഹം, അടുത്ത ഫനം, അടുത്ത കോപ്പേക്കി. വരാഹം, ഫനം, കോപ്പേക്കി. ഇനി കൃഷ്ണദേവരായരുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ആന്ധ്രാഭോജൻ, അഭിനവ ഭോജൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായരാണ്. അപ്പൊ കൃഷ്ണദേവരായരുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? ആന്ധ്രാഭോജൻ, അഭിനവ ഭോജൻ എന്നീ പേരുകളിൽ കൃഷ്ണദേവരായർ അറിയപ്പെട്ടിരുന്നു. ഇനി കൃഷ്ണദേവരായർ വളരെയധികം പണ്ഡിതനായിരുന്നു, ധാരാളം കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തെലുങ്ക് കൃതിയാണ് അമുക്തമാല്യത. കൃഷ്ണദേവരായരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തെലുങ്ക് കൃതിയാണ് അമുക്തമാല്യത. ഇനി അദ്ദേഹം 2 സംസ്കൃത കൃതികൾ കൂടി രചിച്ചിട്ടുണ്ട്. ഒന്ന് ജാംബവതി കല്യാണം, അടുത്തത് ഉഷാപരിണയം. അപ്പൊ അമുക്തമാല്യത, ജാംബവതി കല്യാണം, ഉഷാപരിണയം തുടങ്ങിയവ കൃഷ്ണദേവരായരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. അമുക്തമാല്യത മാത്രം തെലുങ്ക് ഭാഷയിലാണ്. ജാംബവതി കല്യാണവും ഉഷാപരിണയവും അദ്ദേഹം സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള കൃതികളാണ്. ഇനി കൃഷ്ണദേവരായരുടെ കാലത്തെ പണ്ഡിത സദസ് കുറേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അഷ്ടദിഗജങ്ങൾ. ഏതാണ് അഷ്ടദിഗജങ്ങൾ? കൃഷ്ണദേവരായരുടെ കാലത്തെ പണ്ഡിത സദസ്സിന് വിളിക്കുന്നത് അഷ്ടദിഗജങ്ങൾ എന്നാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലെ വളരെ പ്രശസ്തനായിട്ടുള്ള വിദൂഷക പണ്ഡിതനാണ് തെനാലിരാമൻ. ആരാണ്? തെനാലിരാമൻ. തെനാലിരാമന്റെ കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? തെനാലിരാമൻ കൃതികളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പൊ തെനാലിരാമന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 കൃതികൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഒന്ന് ഗതികാചല മഹാത്മ്യം. എന്താണ്? ഗതികാചല മഹാത്മ്യം. അടുത്തതിന്റെ പേര് പാണ്ഡുരംഗ മഹാത്മ്യം. അപ്പൊ ഗതികാചല മഹാത്മ്യം, പാണ്ഡുരംഗ മഹാത്മ്യം തുടങ്ങിയവ തെനാലിരാമന്റെ സദസ്സിലെ വിദൂഷക പണ്ഡിതനായ കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷക പണ്ഡിതനായ തെനാലിരാമന്റെ കൃതികളാണ്. തെലുങ്ക് സാഹിത്യത്തിലെ സുവർണകാലം ആരുടെ ഭരണകാലമാണ്? കൃഷ്ണദേവരായരുടെ ഭരണകാലമാണ്. തെലുങ്ക് സാഹിത്യത്തിലെ സുവർണകാലം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ ഭരണകാലമാണ്. അതുപോലെ കൃഷ്ണദേവരായരുടെ സദസ്സിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കവിയാണ്, അല്ലാ സാനി പെദണ്ണ എന്ന് പറയുന്ന വ്യക്തി. അല്ലാ സാനി പെദണ്ണ. അദ്ദേഹത്തെ തെലുങ്ക് കവിതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പൊ തെലുങ്ക് കവിതയുടെ പിതാവായ അല്ലാ സാനി പെദണ്ണ ആരുടെ സദസ്സിലുണ്ടായിരുന്നു? കൃഷ്ണദേവരായരുടെ സദസ്സിലുണ്ടായിരുന്ന വ്യക്തിയാണ്. കൃഷ്ണദേവരായര് വളരെ പ്രശസ്തമായിട്ടുള്ള 2 ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. കൃഷ്ണദേവരായരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 ക്ഷേത്രങ്ങള്, ഒന്ന് ഹസ്വാര. എന്താണ്? ഹസ്വാര ക്ഷേത്രം പണിതത് കൃഷ്ണദേവരായരാണ്. അതുപോലെ തന്നെ വിറ്റില സ്വാമി ക്ഷേത്രം. ഏതാണ്? വിറ്റില സ്വാമി ക്ഷേത്രം പണിതതും കൃഷ്ണദേവരായരാണ്. ഇനി വിജയനഗര സാമ്രാജ്യം ഭരിക്കുന്ന സമയത്ത് കുറേയധികം വിദേശികള് ഈ വിജയനഗര സാമ്രാജ്യത്തില് സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശികളുടെ പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരാള് പോർച്ചുഗീസ് സഞ്ചാരിയാണ്, ഡോമിംഗോസ് പയസ്. അപ്പൊ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ഡോമിംഗോസ് പയസ്, വിജയനഗരം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി, വിജയനഗരം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്, വിജയനഗരം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരി അൽത്തനേഷ്യസ് നിക്കേതിൻ. അൽത്തനേഷ്യസ് നിക്കേതിൻ. അപ്പൊ പോർച്ചുഗീസ് സഞ്ചാരി ഡോമിംഗോസ് പയസ്, ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി, പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്, റഷ്യൻ സഞ്ചാരി അൽത്തനേഷ്യസ് നിക്കേതിൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 4 സഞ്ചാരികൾ വന്നതില് ഡോമിംഗോസ് പയസ് കൃഷ്ണദേവരായരുടെ സദസ്സിലാണ് വന്നത്. അപ്പൊ കൃഷ്ണദേവരായരുടെ സദസ്സിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ പേര് പറയാം? ഡോമിംഗോസ് പയസിന്റെ പേര് പറയാം. ഇനി കൃഷ്ണദേവരായര് വളരെ കുറച്ച് നാളെ ഉണ്ടായുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം പിന്നെ അച്യുതരായർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ വിജയനഗര സാമ്രാജ്യം ഭരിക്കണത്. പിന്നെ വിജയനഗര സാമ്രാജ്യം ശോഷിച്ച് ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ വിജയനഗര സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ വിജയനഗരത്തിന്റെ തന്നെ നാശത്തിന് കാരണമായത് ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് 1565 തളിക്കോട്ട യുദ്ധമാണ്. 1565 തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായത്. ഈ തളിക്കോട്ട യുദ്ധത്തിന്റെ വേറൊരു പേര് രാക്ഷസ തങ്കട്ടി യുദ്ധം എന്നുകൂടിയാണ്. അപ്പൊ തളിക്കോട്ട യുദ്ധം എന്ന് പറഞ്ഞാലും രാക്ഷസ തങ്കട്ടി യുദ്ധം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. 1565 നടന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ യുദ്ധമാണ്. വിജയനഗരവും ഭാമിനി സുൽത്താൻമാരും തമ്മിലാണ് ആ യുദ്ധം നടന്നത്. വിജയനഗരവും ഭാമിനി സുൽത്താൻമാരുമാണ് തമ്മിലാണ് ഭരണം നടന്നത്. ആ യുദ്ധം നടന്നത് 1565
1955. ഈ തളിക്കൂട്ട യുദ്ധം നടന്നത് ഏത് നദിക്കരയിൽ എന്ന് ചോദിക്കാം. ഏത് നദിക്കരയിലാണെന്ന് അറിയോ നിങ്ങൾക്ക്? കൃഷ്ണ നദിക്കരയിലാണ്. ഏത് നദിക്കരയിലാണ്? കൃഷ്ണ നദിക്കരയിലാണ് കേട്ടോ. അങ്ങനെ വിജയനഗര സാമ്രാജ്യം അവസാനിക്കുകയാണ്. അങ്ങനെ വിജയനഗരത്തിന്റെ തൊട്ടുവടക്കായിട്ട് ബാമിനി എന്ന് പറയുന്ന ഒരു മുസ്ലിം സാമ്രാജ്യം ഉണ്ടായിരുന്നു. ആ മുസ്ലിം സാമ്രാജ്യമാണല്ലോ വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമാകുന്നത്. അപ്പൊ ബാമിനിയെ കുറിച്ച് അധികം ഒന്നും നിങ്ങൾക്ക് പഠിക്കാല്ലേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ മതി. ബാമിനി സാമ്രാജ്യം സ്ഥാപിച്ചത് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ എന്ന് പറയുന്ന ആളാണ്. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷായാണ് ബാമിനി സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ബാമിനി വംശത്തിന്റെ തലസ്ഥാനം ഗുൽബർഗ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ബാമിനി വംശത്തിന്റെ തലസ്ഥാനം ഗുൽബർഗ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. മാമിനി വംശത്തിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു മന്ത്രിയാണ്, ബാമിനി സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഒരു മന്ത്രിയുടെ പേര് മുഹമ്മദ് ഗവാൻ. മുഹമ്മദ് ഗവാൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വ്യാപാരികളുടെ ദൈവം എന്നൊരു അപരനാമം കൂടി ഉണ്ട്. അപ്പൊ വ്യാപാരികളുടെ ദൈവം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബാമിനി സാമ്രാജ്യത്തിലെ പ്രശസ്തനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് ഗവാൻ എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം. ഇത്രയും നമ്മൾ ബാമിനി സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിക്കേണ്ടത് വളരെ പ്രശസ്തമായിട്ടുള്ള മറാത്ത വംശത്തെ കുറിച്ചാണ്. മറാത്ത വംശം കൂടി കഴിയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മധ്യകാല ഇന്ത്യയിലത്തെ വംശങ്ങളൊക്കെ തീരാണ്. മറാത്ത വംശം സ്ഥാപിക്കുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ശിവജിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ശിവജി അല്ലെ. 1627 ശിവനഗർ കോട്ടൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ശിവജി ജനിക്കുന്നത്. ഷാജി ബോൺസ്ലെയുടെയും ജീജാബായിയുടെയും മകനാണ് ശിവജി. ശിവജിയുടെ അമ്മയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ജീജാബായി. അച്ഛന്റെ പേരെന്താണ്? ഷാജി ബോൺസ്ലെ. അപ്പൊ മാതാവ് ജീജാബായി, പിതാവ് ഷാജി ബോൺസ്ലെ. ഇനി ശിവജിയുടെ കുതിര വളരെയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പഞ്ചകല്യാണി. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ശിവജിയുടെ വാളിന്റെ പേര് ഭവാനി എന്നാണ്. ഇതും ചോദിച്ചിട്ടുള്ളത്. ശിവജിയുടെ വാള് ഭവാനി എന്നാണ്. ശിവജിക്ക് ഒരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു, ഗുരു രാംദാസ് ആണ്. ശിവജിയുടെ ആത്മീയ ഗുരു രാംദാസ് ആണ്. ശിവജിയുടെ പുത്രനാണ് സാംബാജി. ആരാണ് പുത്രൻ? സാംബാജിയാണ്. ഔറംഗസേബിനാൽ വധിക്കപ്പെട്ട ശിവജിയുടെ പുത്രൻ കൂടിയാണ് ആര്? സാംബാജി എന്ന് പറയുന്നത്. ശിവജിയുടെ തലസ്ഥാനം റായ്ഗഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് മറാത്ത സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ശിവജിയുടെ തലസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റായ്ഗഡ് എന്ന് പറയും. മറാത്തിയാണ് അവരുടെ ഭാഷ, മറാത്ത സാമ്രാജ്യത്തിന്റെ ഭാഷ. ശിവജി ഫോളോ ചെയ്തിരുന്ന യുദ്ധമുറ ഏത് എന്ന് ചോദിച്ചാൽ ഗൊറില്ല യുദ്ധരീതിയാണ്. ശിവജിയുടെ യുദ്ധമുറ ഏതാണ്? ഗൊറില്ല യുദ്ധമുറ ഫോളോ ചെയ്തിരുന്ന ആളാണ്. അടുത്ത പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ശിവജി രണ്ട് നികുതി സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു. ഒന്നിന്റെ പേര് ചൗദ് എന്നും അടുത്തതിന്റെ പേര് സർദേശ് മുഖി എന്നുമാണ്. ഒന്ന് ചൗദ്, അടുത്തത് സർദേശ് മുഖി. മറാത്തക്കാരല്ലാത്ത ആൾക്കാരിൽ നിന്നും ശിവജി പിടിച്ചെടുത്തിരുന്ന നികുതിയെയാണ് സർദേശ് മുഖി എന്ന് വിളിക്കുന്നത്. എന്താണ്? സർദേശ് മുഖി. ഒന്നും കൂടെ പറയാം, മറാത്ത സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ശിവജിയാണ്. അദ്ദേഹം 1627 ശിവനഗർ കോട്ടൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഷാജി ബോൺസ്ലെയുടെയും ജീജാബായിയുടെയും മകനായി ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു രാംദാസ് ആണ്. കുതിരയുടെ പേര് പഞ്ചകല്യാണി, വാളിന്റെ പേര് ഭവാനി. അദ്ദേഹത്തിന്റെ മകൻ സാംബാജി, അദ്ദേഹം ഔറംഗസേബിനാൽ വധിക്കപ്പെടുന്നു. ശിവജിയുടെ തലസ്ഥാനം റായ്ഗഡ് ആണ്. ശിവജിയുടെ ഭരണ ഭാഷ മറാഠി. അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന യുദ്ധമുറ ഗൊറില്ല. അദ്ദേഹത്തിന്റെ നികുതി സംവിധാനങ്ങൾ ചൗദ്, സർദേശ് മുഖി. സർദേശ് മുഖി മറാത്തക്കാരല്ലാത്തവരിൽ നിന്നും സ്വീകരിച്ചിരുന്ന നികുതി സംവിധാനമാണ്. ഇനി ശിവജി ആദ്യം ഒരു സമയത്ത് 1665 ഒരു ഔറംഗസീബിന്റെ പ്രതിനിധിയായ ജയസിംഹനുമായിട്ട് ഒരു യുദ്ധം നടത്തുകയും യുദ്ധത്തിലെ ശിവജി പരാജിതനാകുകയും ശിവജിയുടെ കുറെ 10-21 കോട്ടകള് ഈ ഔറംഗസീബിന് അദ്ദേഹത്തിന് അടിയറ വെക്കേണ്ടി വരികയും ചെയ്തു. അതൊരു സന്ധിയിലൂടെയാണ് അദ്ദേഹം അടിയറ വെക്കുന്നത്. അത് 1665 പുരന്ദർ സന്ധി എന്നാണ് അതിന് വിളിക്കുന്നത്. പക്ഷെ പുരന്ദർ സന്ധിയില് ജയസിംഹനുമായിട്ട് പരാജിതനാകുന്നു എങ്കിലും അതിനുശേഷം അദ്ദേഹം പൂർണ്ണ ശക്തിയോടുകൂടി തിരിച്ചു വന്ന് ആ കോട്ടകൾ മുഴുവൻ തിരിച്ചെടുക്കുകയാണ്. ആ തിരിച്ചെടുത്തതിന് ശേഷം 1674 ശിവജി ഛത്രപതി സ്ഥാനം നേടുന്നു. വളരെ ഒരു ഉയർന്ന പൊസിഷനിൽ അദ്ദേഹത്താണ് ശിവജി ഛത്രപതിയായി. ശിവജി ഛത്രപതിയായത് റായ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. എവിടെയാണ്? റായ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ശിവജി ഛത്രപതിയായ വർഷം
വർഷം എന്ന്? 1674 റായ്ഗട്ടിൽ വെച്ചിട്ടാണ്. 1680 അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണം നടക്കുന്നത് 1680 കേട്ടോ. ഇനി ശിവജിയുടെ കാലത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള 8 മന്ത്രിമാർ ചേർന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭയെ അഷ്ടപ്രധാൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്താ വിളിച്ചിരുന്നത്? അഷ്ടപ്രധാൻ. അതിലെ പ്രധാനമന്ത്രി പേഷ്വ ആയിരുന്നു. അഷ്ടപ്രധാനിലെ പ്രധാനമന്ത്രിക്ക് വിളിച്ചിരുന്ന പേര് പേഷ്വ എന്നും, റവന്യൂ മന്ത്രിയെ അമഘ എന്നും, ധനകാര്യമന്ത്രിയെ അമാത്യ എന്നും വിളിച്ചിരുന്നു. ധനകാര്യമന്ത്രി അമാത്യ. ഒന്നും കൂടെ പഠിക്കുക. വിദേശകാര്യമന്ത്രി സുമന്ത്. അപ്പൊ ശിവജിയുടെ കാലത്തുണ്ടായിരുന്ന മന്ത്രിസഭയ്ക്ക് അഷ്ടപ്രധാൻ എന്ന് വിളിക്കുന്നു. അതിൽ 8 മന്ത്രിമാരാണ്. പ്രധാനമന്ത്രി പേഷ്വ, റവന്യൂ മന്ത്രി അമഘ, ധനകാര്യമന്ത്രി അമാത്യ, വിദേശകാര്യമന്ത്രി സുമന്ത് വിദേശകാര്യമന്ത്രി, അമാത്യ ധനകാര്യമന്ത്രി, അമഘ റവന്യൂ മന്ത്രി, പേഷ്വ പ്രധാനമന്ത്രി. അങ്ങനെ 8 മന്ത്രിമാർ അടങ്ങുന്ന ഒരു മന്ത്രിസഭ ശിവജിയുടെ കാലത്തുണ്ടായിരുന്നു. അതിനെ വിളിച്ചിരുന്നത് എന്താണ്? അഷ്ടപ്രധാൻ എന്നാണ്. ഈ അഷ്ടപ്രധാനും അഷ്ടദിഗ്ഗജങ്ങളും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞു, 74 80 ആയപ്പോ ശിവജി മരിക്കുകയാണ്. ശിവജിയുടെ മരണശേഷം പിന്നെ ഈ പ്രധാനമന്ത്രിമാര് പേഷ്വാമാര് ഭരണം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മറാത്ത വംശം പേഷ്വാമാരുടെ കീഴിലെത്താണ്. അങ്ങനെ ആദ്യത്തെ പേഷ്വ ആര് എന്ന് ചോദിച്ചാൽ ബാലാജി വിശ്വനാഥാണ്. ആദ്യത്തെ പേഷ്വാരാണ്? ബാലാജി വിശ്വനാഥാണ്. കേട്ടോ. ഇനി ബാജിറാവു ഒന്നാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പേഷ്വരിൽ പ്രശസ്തനായിട്ടുള്ള ആള്. ബാജിറാവു ഒന്നാമൻ. അങ്ങനെ ബാജിറാവു, അങ്ങനെ പിന്നെ 3-4 പേഷ്വമാരുണ്ട്. പക്ഷേ വളരെ കുറച്ച് നാളെ ഉണ്ടായുള്ളൂ. 1761 ആയപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വർഷമാണ് 1761. 3-ാം പാനിപ്പറ്റ് യുദ്ധം നടക്കുകയാണ് അല്ലെ. അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്താസും തമ്മിലാണ്. അഹമ്മദ് ഷാ അബ്ദാലി അഫ്ഗാൻകാരുടെ സൈന്യമാണ്. അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്താസും തമ്മിലാണ് 3-ാം പാനിപ്പറ്റ് യുദ്ധം നടക്കുന്നത്. ആ 3-ാം പാനിപ്പറ്റ് യുദ്ധത്തോടുകൂടി മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിക്കുകയാണ്. 3-ാം പാനിപ്പറ്റ് യുദ്ധം മറാത്ത സാമ്രാജ്യത്തിന്, നേരത്തെ നമ്മൾ പറഞ്ഞു കൃഷ്ണദേവരായരുടെ തളിക്കോട്ട യുദ്ധം, മറാത്ത സാമ്രാജ്യത്തിന്റെ ഒപ്പം 3-ാം പാനിപ്പറ്റ് യുദ്ധം. അതോടുകൂടി മറാത്ത സാമ്രാജ്യം ഇല്ലാതാവാണ്. ഇനി നമ്മളെ ശിവജിയെ കുറിച്ചാ പഠിച്ചേ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ശിവജി ദ ഹിന്ദു കിങ് ഇൻ ഇസ്ലാമിക് ഇന്ത്യ. കൂടാതെ എപ്പിക്സ് ഓഫ് ശിവജി, ഇത് 2 വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. ശിവജി ദ ഹിന്ദു കിങ് ഇൻ ഇസ്ലാമിക് ഇന്ത്യ, എപ്പിക്സ് ഓഫ് ശിവജി. ഇത് രണ്ടും ജെയിംസ് ലെയ്ൻ എഴുതിയ കൃതികളാണ്. ഈ 2 കൃതികളും മഹാരാഷ്ട്ര സർക്കാർ നിരോധിച്ച കൃതികളാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്രയും എന്താ പറയുന്നത്, പ്രകമ്പനൊക്കെ കൊള്ളിച്ച കൃതികളാണ്. ശിവജി ദ ഹിന്ദു കിങ് ഇൻ ഇസ്ലാമിക് ഇന്ത്യ, എപ്പിക്സ് ഓഫ് ശിവജി, ജെയിംസ് ലെയ്ന്റെ 2 പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ ഇസ്ലാമിക് ഇന്ത്യ എന്ന് പറയാൻ കാരണം, ഇദ്ദേഹം മുഗൾ സാമ്രാജ്യം ഡൽഹി ഭരിക്കുമ്പോൾ സമകാലീനന്മാരായിട്ടാണ് ഈ എന്താ പറയുന്നത്, സംഗമ, സാലുവ, തുളുവ, അരവിട് വംശങ്ങള്, മറാത്ത സാമ്രാജ്യം, അങ്ങനെയുള്ള സാമ്രാജ്യങ്ങളൊക്കെ അപ്പുറത്ത് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ശിവജി ദ ഹിന്ദു കിങ് ഇൻ ഇസ്ലാമിക് ഇന്ത്യ, എപ്പിക്സ് ഓഫ് ശിവജി, 2 പുസ്തകം ജെയിംസ് ലെയ്ൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഏകദേശം ഒരു 99% ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റി എന്ന് വിചാരിക്കുന്നു ഞാൻ. അതുപോലെ തന്നെ കുട്ടികളുടെ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് തന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് നല്ല എഫർട്ട് എടുത്തിട്ടാണ് ഈ ക്ലാസ് ഇത്രയും അവസാനിപ്പിച്ചത്. മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം, ഇതിൽ നിന്ന് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.